ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. നമ്മളിവിടെ പെയ്ഡ് ഗ്രൂപ്പും ഫ്രീ ഗ്രൂപ്പും നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ഗ്രൂപ്പിൽ നമ്മുടെ സ്ട്രാറ്റജീസ് മനസ്സിലാവുമ്പോൾ മാത്രമാണ് പെയ്ഡ് ഗ്രൂപ്പിൽ കയറേണ്ട കാര്യമുള്ളൂ. അല്ലാണ്ട് ആരും പെയ്ഡ് ഗ്രൂപ്പിൽ ഫസ്റ്റ് തന്നെ കയറിയിരിക്കേണ്ട. നമ്മുടെ സ്ട്രാറ്റജി നമുക്ക് യൂട്യൂബിൽ ഞാൻ എല്ലാ വീഡിയോസിനും പറയുന്നുണ്ട്. നിങ്ങൾ പ്രീവിയസ് വീഡിയോസ് കാണുക. പെയ്ഡ് ഗ്രൂപ്പിലൊക്കെ കയറാൻ താല്പര്യമുള്ള ഒരു പ്രീവിയസ് വീഡിയോസ് കാണുക. നമ്മുടെ സ്ട്രാറ്റജി കറക്റ്റായിട്ട് പഠിക്കുക. നമുക്കൊരു ബയ്യേഴ്സ് സ്കാനിൽ, സെല്ലേഴ്സ് സ്കാനിൽ, പിന്നെ ഒരു പ്രൈസ്, പിന്നെ ഒരു ഡിമാൻഡ് പ്രൈസ്, ഇത്രേ ഉള്ളൂ നമ്മുടെ സ്ട്രാറ്റജി. ഇത്രയും കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്താലാണ് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. ഇതൊന്നും അറിയാണ്ട് നിങ്ങൾ പെയ്ഡ് ഗ്രൂപ്പിൽ കയറിയിട്ട് ഒരു കാര്യമില്ല. പിന്നെ നമുക്ക് എസ് എൽ മെയിൻറ്റെയിനിങ് ഉണ്ട് കറക്റ്റായിട്ട്. നമ്മൾ നിഫ്റ്റിയിൽ 10 പോയിൻ്റാണ് എസ് എൽ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എസ് എൽ അവിടെ കൊടുത്തേ പറ്റൂ. 10 പോയിൻ്റ് മിനിമം പ്രോഫിറ്റ് ബുക്കിംഗ് 10 പോയിൻ്റ് നിങ്ങൾ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താല്പര്യമുള്ളവർക്ക് അത് ബുക്ക് ചെയ്ത് പോവാം, അല്ലെങ്കിൽ ഫുൾ ടാർഗറ്റ് വെയിറ്റ് ചെയ്യുക. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 10 പോയിൻ്റ് ബുക്ക് ചെയ്യാൻ എല്ലാവരും പഠിച്ചിരിക്കണം. കുറേ ഡോട്ട് എടുക്കുന്നവരുണ്ടാവും. മിനിമം ഒരു 10 പോയിൻ്റാണെന്നുള്ള ബുക്ക് ചെയ്യുക. നിഫ്റ്റിയിൽ 10 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ കളിയല്ല. ഞാനിപ്പോൾ ഒരു 5 to 10 ട്രേഡോളം ഫ്രീ ഗ്രൂപ്പിലും പെയ്ഡ് ഗ്രൂപ്പിലായിട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രീ ഗ്രൂപ്പിൽ 5 ട്രേഡ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, ടോട്ടൽ 10 ട്രേഡിൻ്റെ അടുത്ത് ഞാൻ കൊടുക്കുന്നുണ്ട് ഒരു ദിവസം. 10 ട്രേഡിൽ 10 പോയിൻ്റ് വെച്ച് പിടിക്കാൻ പറ്റി കഴിഞ്ഞാലും നിങ്ങൾക്ക് അടിപൊളി ഒരു പ്രോഫിറ്റിലേക്ക് ഒരു ദിവസം നമുക്ക് പോകാൻ പറ്റും. നമുക്ക് 10 ട്രേഡിലും 10 പ്രോഫിറ്റ് ഒന്നും ഞാൻ പറയണില്ല കേട്ടോ. 10ലും 10 സ്റ്റോപ്പ് ലോസ് ഇല്ലാണ്ട് വരില്ല എന്ന് ഞാൻ പറയണില്ല. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഒക്കെ വരും. 10 പോയിൻ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ നേരിട്ട് സ്റ്റോപ്പ് ലോസിലേക്ക് പോയാൽ സ്റ്റോപ്പ് ലോസ് തന്നെയാണ്, വേറെ വർത്താനൊന്നുമില്ല. അപ്പം അങ്ങനത്തെ ട്രേഡുകളുണ്ട്. അപ്പോൾ മാക്സിമം ട്രേഡുകൾ ഞാൻ പറഞ്ഞത് 10ൽ മാക്സിമം ട്രേഡുകൾ ഞാൻ മിനിമം 10 പോയിൻ്റ് എല്ലാവർക്കും എടുത്തു തരാൻ നോക്കുന്നുണ്ട്. നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിൽ കയറിയിരിക്കുന്നവർക്ക് അറിയാം, അല്ലെങ്കിൽ ഫ്രീ ഗ്രൂപ്പിൽ ഇരിക്കുന്നവർക്ക് അറിയാം. 10 പോയിൻ്റ് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഇവരെ ബുക്ക് ചെയ്യാനില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു പെയ്ഡ് ഗ്രൂപ്പ് നടത്തുന്നു, ഫ്രീ ഗ്രൂപ്പ് നടത്തുന്നു, അതേപോലെ കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ട്രേഡേഴ്സിനും നിങ്ങളെ ഫുൾ ടാർഗറ്റിക്കൊന്നും നിർത്താൻ പറ്റില്ല. അത് മാർക്കറ്റ് തന്നെയാണ് ഫുൾ ടാർഗറ്റൊക്കെ. ഞാൻ തരണതെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. നമ്മളൊരു പ്രൈസ് കൊടുക്കണു, എനിക്ക് തോന്നേണ്ട ഒരു നല്ലൊരു പ്രൈസ്. അവിടെ ഇങ്ങനത്തെ ഒരു സംഭവം, ഇങ്ങനത്തെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രോഫിറ്റ് വരുന്ന എനിക്കൊരു തോന്നലാണ്. അത് മനസ്സിലായില്ലേ? ആ തോന്നലിലാണ് ഞാൻ ഈ പ്രൈസൊക്കെ ഇടുന്നത്. അത് പക്ഷേ ഫുൾ ടാർഗറ്റ് എന്നൊന്നും ഞാൻ പറയണില്ല എവിടെയും. മിനിമം പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റും, അതാണ് ഞാൻ പറയുന്നത്. ആ മിനിമം പ്രോഫിറ്റ് 10 പോയിൻ്റാണ്, അല്ലെങ്കിൽ 20 പോയിൻ്റാണ്. നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും ബുക്ക് ചെയ്യാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഫുൾ ടാർഗറ്റിക്ക് ഇരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എസ് എൽ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഫുൾ ടാർഗറ്റിക്ക് ഇരിക്കുക. ഫുൾ ടാർഗറ്റ് ഇരിക്കണമെന്ന് ഞാൻ ആരോടും പറയണില്ല. നിങ്ങൾക്ക് ഫുൾ ടാർഗറ്റ് എടുക്കാം. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടാർഗറ്റ് പിടിക്കാതെ മാത്രം ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ അതാണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ 5 to 10 ട്രേഡോളം ഞാൻ കൊടുക്കുന്നുണ്ട്. ഫ്രീ ഗ്രൂപ്പിലും പെയ്ഡ് ഗ്രൂപ്പിലായിട്ട് അത്രയും ട്രേഡ്സ് ഉണ്ട്. ഇത്രയും ട്രേഡിൽ 10 പോയിൻ്റ് വെച്ച് ഒരാൾ പിടിച്ചാൽ തന്നെ, പ്രോഫിറ്റ് ബുക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റിക്ക് ഒരു ദിവസം ഇരിക്കാൻ പറ്റും. ആ ദിവസത്തെ ട്രേഡ് നമുക്ക് തീർക്കാൻ പറ്റും. എല്ലാ ട്രേഡും ഇപ്പോൾ ബേസിക്കലി എല്ലാവരും പറഞ്ഞു പഠിപ്പിച്ചാണ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രേഡ് 2 ട്രേഡ് എടുത്താൽ മതി, പിന്നെ എല്ലാം ഓവർ ട്രേഡാണ് എന്നാണ്. ഓവർ ട്രേഡിങ് തന്നെയാണ് ഞാൻ പറയണത്. ഇതൊക്കെ ഞാൻ ഇപ്പോൾ പെയ്ഡ് ഗ്രൂപ്പിലാണ്. ഇപ്പോൾ പെയ്ഡ് ഗ്രൂപ്പിൽ കുറേ പേര് കയറിക്കുന്നുണ്ട്. ഇവരൊക്കെ ഓവർ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ്. ഞാൻ പറഞ്ഞു പെയ്ഡ് ഗ്രൂപ്പിൽ കയറി നിന്നിട്ട് നിങ്ങൾക്ക് ഓവർ ട്രേഡ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായ? നമുക്കൊരു പെയ്ഡ് ഗ്രൂപ്പ് ഞാൻ തുടങ്ങിയേക്കുന്നത് കുറേ ട്രേഡുകൾ കിട്ടും. ആ ട്രേഡൊക്കെ നിങ്ങൾ എടുക്കണം എന്ന് വെച്ചിട്ട് തന്നെയാണ് തുടങ്ങിയേക്കുന്നത്. ഏതെങ്കിലും ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പെയ്ഡ് ഗ്രൂപ്പിൽ കയറേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്. 10:30 വരെ അതിലുണ്ട്. നമുക്ക് 10:30 എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒരു ട്രേഡ് എടുത്ത് പോവാം. അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉള്ളവർ. അല്ലാത്തവരൊക്കെ ഓവർ ട്രേഡിന് തന്നെ ഇരുന്നാൽ മതി ഫ്രീ ഗ്രൂപ്പിൽ, പെയ്ഡ് ഗ്രൂപ്പിലൊക്കെ. അല്ലാണ്ട് പിന്നെ ഒന്നിനിരിക്കണ്ട. നമുക്ക് ട്രേഡ് എടുക്കണവരുടെ ആവശ്യമുള്ളൂ. നമുക്ക് എല്ലാ ട്രേഡും എടുക്കണം. ഞാൻ ഇടുന്ന എല്ലാ ട്രേഡും മാക്സിമം നമ്മൾ എടുക്കണം. എന്നാലും നമുക്ക് പ്രോഫിറ്റിക്ക് വരാൻ പറ്റുള്ളൂ. അത് ഞാൻ 100% പറയാം. എല്ലാ ട്രേഡും എടുക്കാണ്ട് നമുക്കൊന്നും പ്രോഫിറ്റ് കിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞ പ്രൈസിൽ ചിലപ്പോൾ ഏറ്റവും ടോപ്പിലാവും വരേണ്ടവ. ബയേഴ്സ് ക്ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്ട് ചെയ്യണത് ചിലപ്പോൾ ഇത്തിരി ടോപ്പിലാവും. ഡിമാൻഡ് പ്രൈസിലേക്ക് വരുമ്പോൾ തന്നെ എടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ മുമ്പേ ഈ സെല്ലേഴ്സ് സ്കാനിൽ വരണതിൻ്റെ മുമ്പേ ചാടി കയറുന്ന കുറേ ടീമുകളുണ്ട്. അപ്പോൾ അതൊന്നും ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് എസ് എൽ പോണത്. ഇവർ ഈ ബയ്യേഴ്സ് സ്കാനിൽ എന്താ ഞാൻ പറഞ്ഞ ലെവൽസിൽ ഇപ്പോൾ ഇന്നുണ്ടാവും, ഇന്നും കുറേ ആൾക്കാർ ഉണ്ടാവും. നമ്മുടെ ലെവൽസിൽ എത്തുമ്പോൾ വലിയൊരു ക്യാൻഡിലാണ്. അപ്പോൾ അതും 10-20 പോയിൻറ്റ്സിൻ്റെ ക്യാൻഡിലാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. ഒറ്റ ക്യാൻഡിൽ സെല്ലേഴ്സ് റേഷൻ വരെ ഇല്ലായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ എന്താ ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യാണ് അവിടുത്തെ സെല്ലേഴ്സ് നിങ്ങളുടെ ഫണ്ടിനെ, മനസ്സിലായില്ലേ? ആ ഭാഗത്ത് എന്താ ഇത്രയും നേരം ബാക്കിൽ അത്രയും പുഷുകൾ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. ഇന്നത്തെ ഒരു ദിവസം അത്രയും കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ടായിരുന്നു ഇന്നൊരു വലിയൊരു ക്യാൻഡിൽ ആ പ്രൈസിൽ കിട്ടിയത്. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫണ്ട് ഇറക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ സെല്ലേഴ്സ് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യണതാണ്.
കാരണം നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ആണ് അവരുടെ ലാഭം. ഇതൊന്നും മനസ്സിലാക്കാണ്ടാണ് നിങ്ങൾ ട്രേഡ് എടുക്കുന്നത്. പിന്നെ ഒരു ട്രേഡ് കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക്, വേറെ സൈഡിക്ക്, വേറെ സിയിലേക്ക് എന്തോ ഒരു ട്രേഡ് കൂടി പിന്നെ ലാസ്റ്റ് ഒന്നുണ്ടായിരുന്നു. അത് പക്ഷെ നിങ്ങൾക്ക് നോക്കിയറിയാം, പെയ്ഡ് ഗ്രൂപ്പിൽ ഇരിക്കുന്ന മെമ്പേഴ്സിനോട് പറയണത്, അത് നിങ്ങൾക്ക് നോക്കിയറിയാം. ഒരു മണിക്കൂറോളം ആ ഒരു ട്രേഡ് മാത്രം ഒരു മണിക്കൂറോളം 10 പോയിന്റ് പ്രൊട്ടക്ട് ചെയ്ത് നിന്നിട്ട് SL പോകേണ്ട നിന്നുണ്ട് 1 മണിക്കൂറോളം. അപ്പോൾ അതെന്താ അവിടെ അങ്ങനെ സംഭവിക്കുന്നത്? മറ്റേ ട്രേഡ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഒറ്റയടിക്ക് മുകളിൽ പോയി 40 പോയിന്റ് 50 പോയിന്റ്, അതേപോലെ അടിയിരിക്കും വന്നു 40 പോയിന്റ് 50 പോയിന്റ്. അപ്പോൾ ഇവിടുത്തെയും വ്യത്യാസം അതാണ്. പെയ്ഡ് ഗ്രൂപ്പിലുള്ളവർ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അവിടെ നിങ്ങൾ ചാടി കയറിയപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടി, സംഭവം ശരിയുണ്ട്. ഇങ്ങനെ ചാടി കയറിയിട്ട് ഒരു കാര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ 2 സെല്ലേഴ്സ് സ്കാനിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ 2 സെല്ലേഴ്സ് സ്കാനിലും നമുക്ക് എതിരാ. ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം അതാ. അവിടെ അങ്ങനത്തെ ഒരു ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇപ്പം ഈ സെല്ലേഴ്സ്, അതായത് നമ്മുടെ ഈ സ്ട്രൈക്കുകളൊക്കെയും ഷോർട്ട് ചെയ്ത് നിൽക്കുന്ന സെല്ലേഴ്സ് ഉണ്ട്. ഈ സെല്ലേഴ്സ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യണതാണ്. അവിടെ നിങ്ങൾ ഞങ്ങൾ ബയേഴ്സ് എത്ര കയറി അവർ മാനിപ്പുലേറ്റ് ചെയ്യണതാണ്. ആ മാനിപ്പുലേഷൻ നിങ്ങൾ വീണ് കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും ഈ സാധനം കിട്ടണമെന്നില്ല, ഈ ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടണമെന്നില്ല. നിങ്ങളവിടെ ട്രാപ്പിലാകും ഓട്ടോമാറ്റിക്കലി. നിങ്ങൾ സെല്ലേഴ്സ് സ്കാനിൽ മസ്റ്റായിട്ട് ഞാൻ പറഞ്ഞാൽ പ്രൈസിൻ്റെ മുകളിൽ സെല്ലേഴ്സ് സ്കാനിൽ വന്നേ പറ്റൂ. റിജക്ഷൻ വരണം, ബോഡി ക്ലോസ് വരണം, എന്നാലാണ് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരു ട്രേഡിങ്ങും ഇല്ല. നമുക്ക് രണ്ടാമത്തെ ട്രേഡ് അങ്ങനത്തെ ആയിരുന്നു. ബോഡി ലോസ് വന്നു, കറക്റ്റായിട്ട് വന്നു, പിന്നെ അവിടെ സസ്റ്റെയിൻ ചെയ്തു, ഒരു മണിക്കൂറോളം സസ്റ്റെയിൻ ചെയ്തു. അതാണ് അവിടെ അത്രയും നേരം SL പ്രൊട്ടക്ട് ചെയ്തത്. നമുക്ക് അവിടെ പ്രൊട്ടക്ട് ചെയ്യാണ്ട് ഒറ്റയടിക്ക് വന്നത് കാരണം അതാണ്. പിന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റീറ്റെയിലേഴ്സാണ്. നമ്മളെ കൊണ്ട് ഒരു ഹാൻഡിലിനൊന്നും അങ്ങനെ ഉയർത്തിക്കൊണ്ടുപോകാനൊന്നും പറ്റില്ല. ഇവിടെ ഇൻവെസ്റ്റേഴ്സ്, അതായത് FIIസിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റാണ് മാർക്കറ്റിൽ എപ്പോഴും ഉണ്ടാവുള്ളൂ. അത് സ്റ്റോക്ക് ഓപ്ഷനാണെങ്കിലും ശരി, അല്ലെങ്കിൽ നമ്മുടെ ഈ ഓപ്ഷൻസ് ട്രേഡിങ്ങിലാണെങ്കിലും ശരി. നിങ്ങൾ സ്റ്റോക്കിനേക്കാളും വലുതാണ് ഓപ്ഷൻ ട്രേഡിങ്. ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. സ്റ്റോക്ക് ചെയ്യണത് പോലെയല്ല, സ്റ്റോക്ക് ഓപ്ഷൻ ചെയ്യണ പോലെയല്ല, അല്ലെങ്കിൽ സ്റ്റോക്ക് ചെയ്യണ പോലെയല്ല ഓപ്ഷൻ ട്രേഡിങ്. അതിനേക്കാളും 100 മടങ്ങ് വലുതാണ് ഓപ്ഷൻ ട്രേഡിങ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അത്രയും ഫണ്ട് ഒഴുകണ മാർക്കറ്റാണ്. അപ്പോൾ നമ്മൾ റീറ്റെയിലേഴ്സാണ്. നമ്മുടെ ഈ 1000-10,000 ഒന്നും മാർക്കറ്റിന് വലിയ ഫണ്ടൊന്നുമല്ല. അപ്പോൾ അതൊരു ചെറിയ തൊട്ടാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ കയറുന്നത് എവിടെയാണ്? കുറേ ഓർഡേഴ്സ് എല്ലാ ഇൻവെസ്റ്റേഴ്സും, അതായത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും FIIസും കുറേ ഓർഡേഴ്സ് എല്ലാ സ്ട്രൈക്കിലും ഇട്ട് വെച്ചിട്ടുണ്ടാവും. ബേസിക് ഒരു തീരാണ് ഞാൻ പറഞ്ഞത്. കുറേ ഓർഡേഴ്സ് എല്ലാ സ്ട്രൈക്കിലും അതിൻ്റെ പ്രൈസുകളിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. ഈ പ്രൈസുകൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൈസ് ആകുമ്പോൾ നമ്മൾ എടുക്കുന്നുണ്ടാവും. ഞാൻ എടുക്കണത് എനിക്കറിയുന്നില്ല, എനിക്ക് വിളിച്ച് പറയണമെന്നില്ല. ഞാനിവിടെ പൈസ ഇട്ടുണ്ട്, അവിടെ എത്തുമ്പോൾ അത് ഇങ്ങനെ ചെയ്തോ, അപ്പോൾ അത് മുകളിലേക്ക് പോകുന്നത് ആരും വിളിച്ച് പറയണില്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൈസിലെത്തണ നേരത്ത് അപ്പോൾ എനിക്ക് തോന്നണതാണ്, മനസ്സിലായില്ലേ? ഇതൊക്കെ ഒരു നമ്മൾ സ്റ്റഡി ആണല്ലോ. കുറേ കാലം നോക്കിയിരിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു അറിവ് കിട്ടണതാണത്. അപ്പോൾ അങ്ങനത്തെ ഒരു പോയിന്റ് എത്തുമ്പോഴാണ് ഞാൻ ഇന്ന പ്രൈസുകളൊക്കെ, നിങ്ങൾക്ക് തരുന്ന പ്രൈസുകളൊക്കെ അങ്ങനത്തെ പ്രൈസുകളാണ്. അതാണ് ചില പ്രൈസുകൾ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് അവിടെ സെല്ലേഴ്സ് സ്കാനിൽ കാണിക്കും. കറക്റ്റായിട്ട് നമ്മൾ സെല്ലേഴ്സ് സ്കാനിൽ കാണിക്കും. എന്നിട്ട് അടുത്ത ക്യാൻഡിൽ തന്നെ SL പോകും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവർ ഇട്ടേക്കണ ഓർഡേഴ്സ് അത്ര പവർഫുൾ ആയിരിക്കില്ല, മനസ്സിലായില്ലേ? അവരുടെ ഫണ്ട് അത്ര കൂടുതലുണ്ടാവില്ല ആ ഭാഗത്ത്. അതുകൊണ്ടാണ് നമ്മളവിടെ പെട്ടുപോയിട്ട് അടിയിലേക്ക് വരുന്നത്. 99% ഞാൻ ഇടുന്ന സ്ട്രൈക്കുകളും 10 പോയിന്റ് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. 10 പോയിന്റ് പ്രോഫിറ്റ് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് മാക്സിമം എടുക്കാൻ നോക്കുക. എല്ലാവരോടും പറയണത് നിഫ്റ്റിയിൽ 10 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കളിയില്ല. നിങ്ങളെ വേറെ ഇപ്പോൾ കുറേ ആൾക്കാർ എടുക്കണവരുണ്ടാവും. ഞാൻ ടാർഗറ്റിൻ്റെ കാര്യം ഇവിടെ അവകാശപ്പെടുന്നില്ല ഗൈസ്. ഫസ്റ്റ് നിങ്ങളത് മനസ്സിലാക്കേണ്ടത്. ഞാൻ ഇപ്പോൾ 50 പോയിന്റ് എടുക്കണം, 100 പോയിന്റ്, അതൊന്നല്ല ഞാൻ പറയണ കാര്യം. നിങ്ങൾ നിങ്ങളുടെ SL മെയിൻറ്റെയിൻ ചെയ്യുക, 10 പോയിന്റ് മിനിമം എടുക്കുക. ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു മാസത്തിൽ നിങ്ങൾ ടോട്ടൽ പ്രോഫിറ്റിലിരിക്കും. അതാണ് ഞാൻ പറയണത്. 10 പോയിന്റ് SL കൊടുക്കുക, 10 പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ബിഗിനേഴ്സാണ് നമ്മുടെ കയ്യിൽ കൂടുതലും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ പറയണത്. 10 പോയിന്റ് നിങ്ങൾ പ്രോഫിറ്റ് എടുക്കുക, 10 പോയിന്റ് നിങ്ങൾ SL കൊടുക്കുക. ഈ മൈൻഡിലിരിക്കുക. നമുക്ക് എല്ലാ ട്രേഡും 5 ട്രേഡ് 10 പോയിന്റ് കിട്ടലും 5 ട്രേഡ് 10 പോയിന്റ് പോകലും അങ്ങനത്തെ സെറ്റപ്പ് അല്ല കേട്ടോ. നമുക്കിങ്ങനെ SL വരുന്നുണ്ടെങ്കിൽ 1-2 വരില്ല ഒരു ദിവസം. സ്ട്രൈറ്റ് SL, ഞാൻ പറഞ്ഞ സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന SLൻ്റെ കാര്യം പറഞ്ഞത്. 1-2 ഒരു ദിവസം വരുള്ളൂ. ബാക്കി ഒക്കെയും നമുക്ക് മിനിമം 10 പോയിന്റ് ടാർഗറ്റാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നുണ്ടായിരുന്ന ട്രേഡിങ്ങൊക്കെ പോകാം. ഇതെൻ്റെ ഫ്രീ ടെലിഗ്രാമാണ്, എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ രാവിലെ കൊടുത്തിരുന്നത് നമ്മുടെ ട്രേഡിംഗ് റൂൾസാണ്, എല്ലാവരും ഫോളോ ചെയ്യുക. പിന്നെ ഇതൊന്നും അറിയാത്തവരാണെങ്കിൽ യൂട്യൂബിലെ പ്രീവിയസ് വീഡിയോസ് കാണുക. അപ്പോൾ അതിൽ നോക്കിയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. എല്ലാ DMസിനും എപ്പോൾ നോക്കിയാലും റിപ്ലൈ ചെയ്ത് എടുക്കാൻ പറ്റില്ല.
ഇത് ഒരു പഠിപ്പിക്കേണ്ട കാര്യമാണല്ലോ. അപ്പോൾ ഞാനത് വീഡിയോസ് തന്നെ ചെയ്തിട്ട് യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പ്രീവിയസ് വീഡിയോസ് കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ഫ്രീ ഗ്രൂപ്പിൽ കയറിയിട്ട് പ്രോഫിറ്റൊക്കെ ആവുന്നുണ്ട് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പെയ്ഡ് ഗ്രൂപ്പിലേക്ക് വന്നാൽ മതി. കണ്ടിന്യൂസ് ട്രേഡ് ആയിരിക്കും പെയ്ഡ് ഗ്രൂപ്പിൽ. എല്ലാതും നമുക്ക് സക്സസ് ആകാൻ പറ്റില്ല. മാക്സിമം പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാനുള്ള സെറ്റപ്പിൽ നിങ്ങൾ പെയ്ഡ് ഗ്രൂപ്പിൽ വരണം. അതെനിക്ക് പറയാനുള്ളൂ. അപ്സ്റ്റോക്കിലൊക്കെ അക്കൗണ്ട് എടുക്കുന്ന അപ്സ്റ്റോക്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഇതാണ് ബാങ്ക് നിഫ്റ്റി ലെവൽസ്, ഇതാണ് നിഫ്റ്റി ലെവൽസ്. നമ്മൾ സ്പോട്ട് നോക്കിയിട്ടല്ല ട്രേഡ്, നമ്മൾ സ്ട്രൈക്ക് നോക്കിയിട്ടാണ് ട്രേഡിങ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും സ്ട്രൈക്ക് ഫോളോ ചെയ്യുക. 23,650 പി, 23,700 സി, 49,800 പി, 49,900 സി, ഇത്രയും സ്ട്രൈക്കാണ് ഞാൻ രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. 8:30 കൊടുത്താണ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രേഡിംഗ് വ്യൂ പ്ലാറ്റ്ഫോമിൽ നമ്മൾ വരച്ച് വെക്കുക. ആ ലെവൽസിലേക്ക് ക്യാൻഡിൽസ് വരുമ്പോൾ ബയേഴ്സ് റിലേഷനും സെല്ലേഴ്സ് റിലേഷനും ഒക്കെ നോക്കുക, എന്നിട്ട് ട്രേഡ് എടുക്കുക. നമുക്ക് ഫസ്റ്റ് ആക്റ്റീവ് ആയിരുന്നത് 49,800 പിയിലാണ്. 852 അതിൻ്റെ പ്രൈസ് റേഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 852ഉം 769.30 ഈ രണ്ട് പ്രൈസ് റേഞ്ചും കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കത് നോക്കാം. നമ്മൾ കാണാൻ 9 ഡേറ്റ് ബയേഴ്സ് ലോസ് സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്തു. സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്ത് നമ്മൾ നോക്കുക 812. അപ്പോൾ 812 റിജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിമാൻഡ് പ്രൈസിലേക്ക് നോക്കിയിരിക്കുക. അങ്ങനെ ഡിമാൻഡ് പ്രൈസ് എടുക്കുന്നവർക്കാണ് 40-50 പോയിന്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഡിമാൻഡ് പ്രൈസ് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. ഇതിപ്പോൾ ഈ ട്രേഡ് തന്നെ നമുക്ക് ലിമിറ്റിൽ കിട്ടുകയാണെങ്കിലും ആ ട്രേഡ് ലിമിറ്റിലുള്ളവർക്ക് ഇത് 30 പോയിൻറ്റിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. നമുക്ക് കാണാം 769 മേടിച്ച ആൾക്കാർക്ക് ആണെങ്കിൽ 802 വരെ പോയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഒരു 30 പോയിൻറ്റ് വ്യത്യാസം അവിടെ ഉണ്ട്. അപ്പോൾ 30 പോയിൻറ്റ് അവിടെ എടുക്കാൻ ലിമിറ്റിൽ നിന്ന് എടുക്കാനും പറ്റും. അല്ലെങ്കിൽ ഈ ഡിമാൻഡ് പ്രൈസ് ഒരു 10 പോയിൻറ്റ് വ്യത്യാസത്തിൽ ഇവിടെ ഡിമാൻഡ് പ്രൈസിൽ 20 പോയിൻറ്റ് വ്യത്യാസത്തിൽ ഒരു 10 പോയിൻറ്റ് വ്യത്യാസത്തിൽ ഇവിടെ കിട്ടും ഡിമാൻഡിൽ. അതാണെങ്കിൽ നമുക്കൊരു 50 പോയിൻറ്റിൻ്റെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു ഈ ട്രേഡ്. പിന്നെ അത് SLക്ക് വരെയായിരുന്നു, പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. പിന്നെ അപ്പോൾ SLക്ക് വരണോണ്ടൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ നമ്മൾ ബുക്കിംഗ് ആണ് നിങ്ങളുടെ മെയിൻ. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കില്ല അത്. പിന്നെ നമുക്കുണ്ടായിരുന്നത് 23,650 പിയിലാണ്. അത് നമുക്ക് 72.50 ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ ആ ട്രേഡ്. നിഫ്റ്റിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. 9-ാം തീയതിയാണ് ഡേറ്റ് കാണാം നിങ്ങൾക്ക്. ബയേഴ്സ് ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്ത് നമുക്ക് ട്രേഡ് എടുക്കാം. ഇത്തിരി ഡിമാൻഡ് പ്രൈസിൽ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് 10 പോയിൻറ്റ് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ലിമിറ്റോടൊന്നും 10-15 പോയിൻറ്റ് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഡിമാൻഡ് പ്രൈസ് ഒരു 4 രൂപ 5 രൂപ വ്യത്യാസത്തിൽ നമുക്ക് എടുക്കണവർക്കൊക്കെ ഇത് 10 പോയിൻറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് 1:1 തന്നെയാണ്. നമുക്ക് എല്ലാത്തിനും ഒരു ഗ്യാരണ്ടി ആർക്കും കൊടുക്കാൻ പറ്റില്ല. അതായത് ടാർഗറ്റിലേക്ക് എല്ലാ ട്രേഡും പോകുന്നൊന്നും എനിക്കൊന്നും ആർക്കും തരാൻ പറ്റില്ല. നിങ്ങൾ മിനിമം പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങുക, അല്ലെങ്കിൽ SL നിങ്ങൾ കൊടുക്കുന്ന സ്റ്റോപ്പ് ലോസിനെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനത്തെ ഒരു കാര്യം ചെയ്താലേ ഉള്ളൂ. നമുക്ക് പ്രോഫിറ്റ് 10 പോയിൻറ്റ് വരുന്നുണ്ട്, നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ SLനെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കോസ്റ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും കോസ്റ്റ് അടിച്ച് പോയാലും നമുക്ക് പ്രശ്നമില്ല, ലോസ് വരുന്നില്ല. ആകെ ബ്രോക്കറേജ് മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾ ഇതൊക്കെ റിയലൈസ് ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾ റിയാലിറ്റിയിലേക്ക് വരിക. നമ്മൾ പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല, വേണ്ട. അങ്ങനെയാണ് നമുക്ക് ആ മിനിമം പ്രോഫിറ്റ് അവിടെ വന്നിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് നിങ്ങൾ ഈ SLനെ കൊണ്ടുപോയിട്ട് കോസ്റ്റ് വയ്ക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക. എന്നിട്ട് ആ ട്രേഡിൽ നിന്ന് കോസ്റ്റ് ഹിറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ എക്സിറ്റ് ആവുക. ബ്രോക്കറേജ് മാത്രമേ നമുക്ക് പോകുള്ളൂ. വെറുതെ ഒരു ലോസിലേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. മൈൻഡിൽ വയ്ക്കുക, ട്രേഡ് ചെയ്യുക. ഫ്രീ ഗ്രൂപ്പിൽ നമുക്ക് ഈ 2 ട്രേഡേ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് പെയ്ഡ് ഗ്രൂപ്പിലായിരുന്നു. പെയ്ഡ് ഗ്രൂപ്പിൽ നമുക്ക് ട്രേഡ് ഉണ്ട്, പക്ഷേ എന്ന് വെച്ചാൽ അധികം ട്രേഡൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് അത്യാവശ്യം നിഫ്റ്റിയിൽ നല്ല കൺസൾട്ടേഷൻ ആയിരുന്നു, റേഞ്ചിങ്ങിലായിരുന്നു. എന്നാലും നമുക്ക് ട്രേഡൊക്കെ വന്നിട്ടുണ്ട്. മിനിമം ടാർഗറ്റുകളൊക്കെ മിനിമം പോയിൻറ്റ്സൊക്കെ അതിൽ കിട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? നിഫ്റ്റിയിൽ മിനിമം പോയിൻറ്റ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ടാർഗറ്റ് ആയിട്ട് അടിച്ചിട്ടുണ്ട് പെയ്ഡ് ഗ്രൂപ്പിൽ. ബാങ്ക് നിഫ്റ്റി ഞാൻ പിന്നെ പറയണില്ല, അത് 100 പോയിൻ്റ് ഉണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി എടുക്കാത്തവരുണ്ടെങ്കിൽ പിന്നെ അത് ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ട് കാര്യമില്ല. പക്ഷേ അതിലൊരു 100 പോയിൻറ്റ്സ് ആണ്. നേരത്തെ എടുത്ത സ്ട്രൈക്ക് ഉണ്ടല്ലോ, നേരത്തെ എടുത്ത ഈ സ്ട്രൈക്ക് 49,800 പി. ഈ 49,800 പിയിലാണ് ടാർഗറ്റ് വന്നത് 100 പോയിൻറ്റ്. പക്ഷേ നമ്മൾ ബാങ്ക് നിഫ്റ്റി പണ്ട് കാര്യമില്ല, വില കൂടുതലാണ്, മിക്കവരും എടുക്കണില്ല. ഫ്രീ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ പെയ്ഡ് ഗ്രൂപ്പിൽ എടുത്തവരുണ്ടെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് ആയി ഉണ്ടാവും. എന്തായാലും 100 പോയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ഡിമാൻഡ് പ്രൈസിൽ ഇറങ്ങും കിട്ടും. 100 പോയിൻ്റ് ആണ്. നമുക്ക് നിഫ്റ്റിയിലത്തെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് പെയ്ഡ് ഗ്രൂപ്പിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പ്. നമുക്ക് കാണാം അവിടെ അപ്ഡേറ്റ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തത്. ഫ്രീ ഗ്രൂപ്പിൽ വരുന്ന ട്രേഡ്സൊക്കെ എടുത്തിട്ടാണ് പെയ്ഡ് ഗ്രൂപ്പിലേക്ക് ഞാൻ വരുന്നത്. അപ്പോൾ പെയ്ഡ് ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് എന്തും ഫ്രീ ഗ്രൂപ്പിലത്തെ ട്രേഡ്സ് എടുക്കുക, പ്രോഫിറ്റ് എടുക്കുക, എന്നിട്ട് പെയ്ഡ് ഗ്രൂപ്പിലേക്ക് വരിക. രാവിലെ കിട്ടുന്ന ബെസ്റ്റ് ട്രേഡുകൾ നമുക്ക് പെയ്ഡ് ഗ്രൂപ്പിൽ കിട്ടണമെന്ന് വെച്ച് വാശി പിടിച്ചിട്ട് എന്ത് കാര്യമില്ല. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ പ്രോഫിറ്റുകൾ നമ്മൾ ഫ്രീ ഗ്രൂപ്പിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓവറോൾ പ്രോഫിറ്റിലിരിക്കാം. പിന്നെ വരുന്ന ട്രേഡുകൾ അത്രത്തോളം അടിപൊളിയാവുന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? മാർക്കറ്റിന് എല്ലാ പ്രൈസും മനസ്സിലായി, സപ്പോർട്ട് റെസിസ്റ്റൻസ് മനസ്സിലായി. അപ്പോൾ നമുക്ക് ട്രേഡ് എടുത്ത് വരിക, സക്സസ് ആവുക, ടാർഗറ്റിലേക്ക് പോകുക. അതൊക്കെ ടാസ്ക്കാണ്. മിനിമം ടാർഗറ്റുകളൊക്കെ കിട്ടുള്ളൂ, മിനിമം പോയിന്റുകൾ. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക.
നമുക്ക് പെയ്ഡ് ഗ്രൂപ്പിലുണ്ടായിരുന്ന ബാക്കി ട്രേഡ് നോക്കാം. കുറച്ച് ട്രേഡ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ 1:1 ആണ്, 1:2 ആണ്. ഒരെണ്ണം SL വന്നിട്ടുണ്ട്. അത് SL ഒന്നും പറയാൻ പറ്റില്ല അതിനൊന്നും. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഞാൻ ഈ SL വന്ന ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തൊരു പ്രൈസ് ഉണ്ട്. അതായത് നമുക്ക് കാണാം 124.25 എന്ന് പറഞ്ഞ പ്രൈസ്. ഈ പ്രൈസിലാണ് നമുക്ക് സെല്ലേഴ്സ് സ്കാനിൽ കറക്റ്റ് ക്ലോസിങ് കിട്ടിയത്. ലിമിറ്റിലാണ് കിട്ടിയത്. അപ്പോൾ ആ ഒരു പ്രഷറിൽ അടിയിലേക്ക് വന്നതാണ്. എല്ലാവർക്കും ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടല്ല എല്ലാവരും ട്രേഡ് എടുക്കുള്ളൂ. ഞാൻ പറയുന്നത് അതാണ്. ഈ 124.25 മുകളിൽ സെല്ലേഴ്സ് സ്കാനിൽ ക്ലോസ് ചെയ്താലേ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ, ബൈ ചെയ്യാൻ പറ്റുള്ളൂ ഒരു സ്ട്രൈക്കിനെ. അപ്പോൾ ആ ടൈമിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഡിമാൻഡ് പ്രൈസിൽ കിട്ടും, നല്ല രീതിക്ക് അടിയിൽ നിന്ന് കിട്ടും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് SL പോവില്ല. ഞാൻ പിന്നെ ലിമിറ്റിൽ നിന്ന് ഇട്ടിട്ട് വലിച്ച കാരണമാണ് അത് 10 പോയിന്റ് ഞാൻ പറയണത്. അല്ലെങ്കിൽ അത് 10 പോയിന്റ് ഒന്നുമല്ല, നമുക്കത് SL പോവില്ല. നമുക്ക് അത് 1:1 ഒരു 15 പോയിന്റ് 16 പോയിന്റിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ബാങ്ക് നിഫ്റ്റി ടാർഗറ്റ് അടിച്ചതിൻ്റെയാണ്. പിന്നെ കുറേ ട്രേഡ് ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് മാർക്കറ്റ് കണ്ടീഷൻ. ഇത് കൺസോൾട്ടേഷൻ ആയിരുന്നു. ഈ കൺസോൾട്ടേഷൻ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാർക്കറ്റിൽ ഒരു ബിഗ് മൂവ്മെൻറ്റ് ഉണ്ടാവും. അതെല്ലാവർക്കും അറിയാം. അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞു. അതൊരു ബിഗ് മൂവ്മെൻറ്റ് വരും. ആ മൂവ്മെൻറ്റ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബിഗ് മൂവ്മെൻറ്റ് ഞാൻ കാണിച്ചു തരാം, അതെങ്ങനെയാണ് അവിടെ വന്നത് എന്ന്. എപ്പോൾ നോക്കിയാലും മാർക്കറ്റിൽ കൺസോൾട്ടേഷൻസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2-3 ക്യാൻഡിൽസ് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അങ്ങനത്തെ ഒരു 2-3 ക്യാൻഡിൽസ് ഇന്നും വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ട്രേഡിങ് അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അത് ഞാൻ കൊടുത്ത് 21,550 Cയിലാണ്. അപ്പോൾ അത് നോക്കാം നമുക്ക്. ഇതായിരുന്നു ആ ട്രേഡ് 30-35. നമുക്ക് ഇവിടെ സ്ട്രൈക്ക് കാണാം 23,550 CI. അപ്പോൾ ഞാൻ കൊടുത്ത സ്ട്രൈക്ക് 30-35 ആണ്. നമുക്ക് നേരത്തെ കാണിച്ചിരുന്നില്ല, അത് തന്നെ 2 സെല്ലേഴ്സ് സ്കാനിൻ്റെ അടിയിലെ ലോസ് നമുക്ക് ട്രേഡ് ഇല്ല, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് 3 ക്യാൻഡിൽസിൽ 40 പോയിൻ്റ് മൂവ്മെൻ്റ് ആണ്. 30-72 വരെ പോയിട്ടുണ്ട്, 42 പോയിൻ്റ് മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ റീറ്റെയിലേഴ്സിന് സെല്ലേഴ്സ്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവർ മാനിപ്പുലേഷൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യണതാണ്. നിങ്ങൾക്ക് ഇത്രയും 3 ക്യാൻഡിൽസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീറ്റെയിലേഴ്സ് എല്ലാവരും ചാടി കയറും. സ്റ്റോപ്പ് ലോസ് അതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ടാവും, എല്ലാ ക്യാൻഡിൽസിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ടാവും. അതിന് ഈസി ആയിട്ട് ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ 3 ക്യാൻഡിൽസ് നമുക്ക് ഇടുന്നത്. നമുക്ക് പ്രോപ്പർ കണ്ടീഷൻ ഇവിടെ ആക്റ്റീവ് ആയിരുന്നു. നമുക്ക് കാണാം റെഡ് ക്യാൻഡിൽ കണ്ടീഷൻ ആക്റ്റീവ് അല്ല. അപ്പോൾ ട്രേഡ് എടുക്കാണ്ടിരിക്കുക. ട്രേഡ് എടുത്തവർക്ക് പ്രോഫിറ്റ് ഉണ്ടാവും, ഇല്ലയെന്നും പറയുന്നില്ല. പക്ഷേ എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് കാണാം ഈസി ആയിട്ട് അടിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പക്ക മാനിപ്പുലേഷൻസ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് നടന്നുകൊണ്ട് നിന്നത് സെല്ലേഴ്സിൻ്റെ ഭാഗത്ത്. ഇവിടെയൊക്കെ കളിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. നിങ്ങൾക്കത് മനസ്സിലാവാത്ത കാരണമാണ്. നിങ്ങൾ സ്ഥിരം പെടുന്ന ഒരു സംഭവം തന്നെയാണ് ഇത്. എല്ലാ ആൾക്കാരും സ്ഥിരം പെടുന്ന ഒരു പാറ്റേണാണ് ഇത്രയും ബുള്ളിഷ് ക്യാൻഡിൽസ് കാണുമ്പോൾ ചാടി കയറി ഓടി പോകുക എന്നുള്ള പരിപാടി. പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കണ്ടീഷൻ അവിടെ നമ്മുടെ കണ്ടീഷൻ, നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി നമ്മളോട് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ട്രേഡ് എടുക്കേണ്ടതാണ്. സെല്ലേഴ്സ് അടിയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ ചാടി കയറി പ്രോഫിറ്റ് എടുത്തവർക്ക് അടുത്ത 3 ക്യാൻഡിൽസിലാണ് ഈ പ്രോഫിറ്റ് വന്നത്. അതായത് 3 മിനിറ്റിൽ. ബാക്കി ഇത് ഒരു 5-6 മിനിറ്റിൽ അടിയിലേക്ക് വന്നിട്ടുമുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അവർ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസൊക്കെ അവിടെ കൊണ്ടുപോയി. മുകളിൽ നിന്ന് മേടിച്ചവർക്കൊക്കെ ഹൈ ലോസാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ അതാണ് നിങ്ങളവിടെ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഒരു ട്രേഡ് നമുക്കുണ്ടായിരുന്നു 34.25, അതായത് 23,550 PEയിൽ 23,550 PE. ഇതായിരുന്നു ആ ട്രേഡ് 34.25 23,550 PE. അപ്പോൾ ഈ സംഭവം നിങ്ങൾ നോക്കുക, എത്ര നേരമാണ് പ്രൊട്ടക്ട് ചെയ്ത് നിന്നത് ഈ സെല്ലേഴ്സ് സ്കാനിൽ. നമുക്കിവിടെ സെല്ലേഴ്സ് സ്കാനിൽ 34.25 മുകളിൽ സെല്ലേഴ്സ് സ്കാനിൽ കിട്ടി. മാർക്കറ്റ് അവിടെ കൂൾ ഡൗൺ ആയി. നമുക്ക് അവിടെ ബയേഴ്സിൻ്റെ പുഷ് കിട്ടി. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നേരം ഈ ഒരു SLനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ പറ്റിയത്. അല്ലെങ്കിൽ പറ്റില്ല. നിങ്ങൾക്ക് പിന്നെയും കാണാം മാർക്കറ്റ് പിന്നെയും മുകളിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സ്ട്രൈക്ക് നിങ്ങൾക്ക് കാണാം, ഇതൊന്ന് 0 ആയിട്ടില്ലേ. ഈ 0 ആയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മൂവ്മെൻ്റ് ഉണ്ട്, ബയേഴ്സിൻ്റെ പുഷ് ഉണ്ട് അവിടെ. അതുകൊണ്ടാണ് അതിനെ 0 ആക്കാണ്ടിരുന്നത്, വേറെ ഒന്നുമല്ല. മറ്റേ സ്ട്രൈക്ക് 0 ആയി. അത്രയും വലിയ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാം. ഒരു 40 പോയിൻ്റ് മൂവ്മെൻറ്റ് ഒറ്റടി കിട്ടി. എന്നിട്ട് ആ സ്ട്രൈക്ക് 0 ആയി. അപ്പോൾ അവിടെ അത്രയും നല്ല മാനിപ്പുലേഷൻസ് ആണ്. നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തു, ബൈ ചെയ്തു, ആ ഫണ്ട് അവരെ ഇൻവൈറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്തു. അത്രയും ഫണ്ടുകൾ ആഡ് ചെയ്യിപ്പിച്ചു. നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇട്ടു, നമുക്ക് സ്റ്റോപ്പ് ലോസ് പോയി. അതാണ് അവിടെ ഉണ്ടായിരിക്കുന്ന സംഭവം. നമ്മുടെ ഒപ്പം ട്രേഡ് ചെയ്ത ആൾക്കാർ ആ ചാടിയിൽ കയറി ഉണ്ടാവും. പക്ഷെ അവർ ചാടിയിൽ കയറണത് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മാനിപ്പുലേഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കൺസൾട്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിഗ് മൂവ്മെൻറ്റ് വരുന്നത്. ആ ബിഗ് മൂവ്മെൻറ്റ് അവർക്ക് ചിലർക്ക് റിലീസ് ചെയ്യാൻ പറ്റി. അപ്പോൾ അവർ ചാടി കയറി പ്രോഫിറ്റ് ഉണ്ടാക്കിയവരുണ്ട്. അവർ കറക്റ്റായിട്ട് 30 പോയിന്റ് അല്ലെങ്കിൽ 20 പോയിന്റ് 30 പോയിന്റ് അവർ ഇറങ്ങിയിട്ടുണ്ടാവും. ബാക്കി കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഞാൻ മാത്രമല്ല ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ ഈ ഇടയിൽ നിന്നുള്ള ക്യാൻഡിൽസിൽ വലിയ ക്യാൻഡിൽസ് ആകുമ്പോൾ അവർ ബുക്ക് ചെയ്യും, കയറും, വെയിറ്റ് ചെയ്യും. പിന്നെ ബുക്കിംഗ് ചിലപ്പോൾ ചെയ്യണ്ടാവില്ല. ബുക്ക് ചെയ്തവർക്ക് പ്രോഫിറ്റ് ആയിട്ടുണ്ടാവും. അല്ലാത്തവർക്ക് അവരുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ പോയിട്ടുണ്ടാവും. ചിലപ്പോൾ 100 ക്വാണ്ടിറ്റി, 1000 ക്വാണ്ടിറ്റി, 2000 ക്വാണ്ടിറ്റി, 4000 ക്വാണ്ടിറ്റി, 5000 ക്വാണ്ടിറ്റി ഒക്കെ എടുക്കുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടുതൽ എടുക്കുന്നവരുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്റ്റോപ്പ് ലോസ് ഈസി ആയിട്ട് പോയി കിട്ടും. അതിനുള്ള മാനിപ്പുലേഷൻസാണ് ആ ക്യാൻഡിൽസ് ഉണ്ടായിരുന്നത്. നിങ്ങളതൊക്കെ മനസ്സിലാക്കിയിട്ട് ട്രേഡ് ചെയ്യുക.
അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് വീഡിയോസ് കാണാം. നമുക്ക് എല്ലാവർക്കും പ്രീവിയസ് വീഡിയോസ് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. നിങ്ങൾ പെയ്ഡ് ഗ്രൂപ്പിൽ കയറിയിരിക്കുന്ന ആൾക്കാരും ഫ്രീ ഗ്രൂപ്പിൽ കയറിയിരിക്കുന്ന ആൾക്കാരും താല്പര്യമുള്ളവരൊക്കെ ആ വീഡിയോസ് കാണുക. എന്നിട്ട് നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. നമ്മുടെ സ്ട്രാറ്റജീസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ്. പിന്നെ ആർക്കെങ്കിലും അപ്പ് സ്റ്റോക്കിലും ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിലും അക്കൗണ്ട് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക്. സ്റ്റോക്കുകളൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് വെച്ചാൽ നമുക്കത് ഫസ്റ്റ് കിട്ടും. അപ്പോൾ അത്രയൊക്കെ ഉള്ളത് ഇന്നത്തെ വീഡിയോ. നാളെ വെള്ളിയാഴ്ചയാണ്, ലാസ്റ്റ് ഡേ ആണ്. മാക്സിമം എല്ലാവരും പ്രോഫിറ്റിൽ തന്നെ ഇറങ്ങാൻ നോക്കുക. നമ്മുടെ ട്രേഡ്സ് മാക്സിമം എല്ലാവരും എടുക്കാൻ നോക്കുക. നമ്മൾ എല്ലാ ട്രേഡ് എടുത്താലാണ് നമുക്ക് സക്സസ് ആകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരു ട്രേഡ് എടുത്തിട്ട് പോയിട്ടൊന്നും കാര്യമില്ല, ലോസ് വരും. ഒരു ട്രേഡ് എടുത്ത് പോകുന്നവർക്ക് പേടിയാണ്, അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ സമയമില്ല, പേടിയുണ്ട്, അങ്ങനത്തെ സീനുകളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ മാറ്റി വയ്ക്കുക. ഒരു ദിവസം നിങ്ങൾ ട്രേഡിന് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ദിവസം നിങ്ങൾ ഫുള്ളായിട്ട് ട്രേഡിങ്ങിന് തന്നെ മാറ്റി വയ്ക്കുക. എന്നാലാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഒരു ട്രേഡ് 2 ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ ഓക്കെ, പ്രോഫിറ്റ് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ കണ്ടിന്യൂസ് ട്രേഡ് ചെയ്താലേ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിക്കുക. അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.